യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാതോർക്കുമ്പോൾ എന്തോരാനന്ദം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാതോർക്കുമ്പോൾ എന്തോരാനന്ദം. അബ്രഹാമിൻ ദൈവം ഏലിയാവിൻ ദൈവം ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. അബ്രഹാമിൻ ദൈവം ഏലിയാവിൻ ദൈവം ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാതോർക്കുമ്പോൾ എന്തോരാനന്ദം. ഗോൽഗോഥാവിൻ മുകളിൽ സർവ്വലോക പാപ പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. ഗോൽഗോഥാവിൻ മുകളിൽ സർവ്വലോക പാപ പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാതോർക്കുമ്പോൾ എന്തോരാനന്ദം. മശിഹയായി വന്നു മരണത്തെ ജയിച്ചു മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹസ്നേഹം. മശിഹയായി വന്നു മരണത്തെ ജയിച്ചു മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹസ്നേഹം. മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹസ്നേഹം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാതോർക്കുമ്പോൾ എന്തോരാനന്ദം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാതോർക്കുമ്പോൾ എന്തോരാനന്ദം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 35-ാം വാക്യം മുതൽ, ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും? ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള സുവിശേഷത്തിൻ്റെ യത്നത്തിന് വേണ്ടി അടരാടേണ്ടതിൻ്റെ ആവശ്യകതയാണ് കർത്താവ് ഈ വചനഭാഗത്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി, സുവിശേഷത്തിൻ്റെ സദ്വർത്തമാനം മനുഷ്യ ഹൃദയങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി, മനുഷ്യ ജീവിതത്തിൽ സുവിശേഷത്തിൻ്റെ സ്ഥായിയായ സ്വാധീനം, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന സ്വാധീനം അനേകർക്ക് അനുഭവലബ്ധമായി കിട്ടുന്നതിന് വേണ്ടി, അതിനുവേണ്ടി കരുണയുള്ള കർത്താവ് നമുക്ക് ഈ വചനം തരികയാണ്. ഈ ലോകത്തിൽ പലതും നാം നേടുവാൻ ശ്രമിക്കുന്നുണ്ട്.
നമുക്ക് ഈ ലോകത്തിൽ ജീവിതം വേണം, നമുക്ക് ആഹാരം വേണം, നമുക്ക് ഉപജീവന മാർഗം വേണം, നമുക്ക് സാധാരണ പറയാറുള്ളത് പോലെ ഊണരിയും ഉടുതുണിയും വേണം, നമുക്ക് കിടപ്പാടം വേണം. ശരിയാണ്. എന്നാൽ നാം അതിനുവേണ്ടിയുള്ളതായ ബദ്ധപ്പാടിൽ ശാശ്വത മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നവരായി തീരരുത്. ശാശ്വത മൂല്യങ്ങൾ, നിലനിൽക്കുന്ന വിലപ്പെട്ടതായ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നവരായി തീരാൻ പാടില്ല. നിലനിൽക്കുന്നത് എന്താണ്? നിലനിൽക്കുന്നത് നിത്യജീവനാണ്, നിത്യസ്വർഗമാണ്. മരണത്തിനപ്പുറത്തുള്ള സ്വർഗ സൗഭാഗ്യത്തിന് വേണ്ടി നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ശരീരത്തിലിരിക്കുമ്പോൾ നാം വാസ്തവത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിത്യജീവന് വേണ്ടിയുള്ളതായ ഒരുക്കത്തിൻ്റെ കാലയളവാണ് ഈ ഭൂമിയിലെ ആയുസ് എന്ന് പറയുന്നത്. ആ ആയുസ് നാം വിലപ്പെട്ടതിന് വേണ്ടി ചെലവഴിച്ചില്ലെങ്കിൽ പിന്നീട് നാം വളരെ സങ്കടത്തോടെ കരയേണ്ടി വരും. അതുതന്നെയാണ് വാസ്തവത്തിൽ ചാകാത്ത പുഴുവും കെടാത്ത തീയുമെന്ന് പറയുന്നത്. അതുതന്നെയാണ് കരച്ചിലും പല്ലുകടിയുമെന്ന് പറയുന്നത്. അതുതന്നെയാണ് നിത്യയാതനയെന്ന് പറയുന്നത്. ആ ഭയാനകമായ യാതനയിലേക്ക് നാം പോകാതിരിക്കണമെങ്കിൽ ഇവിടെയുള്ള ജീവിതം, ഈ ഭൂമിയിലെ വളരെ താൽക്കാലികമായ ജീവിതം നാം ക്രിസ്തുവിനെ മുൻനിർത്തി ചെലവഴിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിനായി നമ്മുടെ ജീവിതം വേർതിരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതം ക്രിസ്തു പ്രസാദിക്കുന്ന ഒരു ജീവിതമാകുവാൻ നാം സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള സുവിശേഷത്തിന് വേണ്ടി ഇവിടെ എന്തെല്ലാം നഷ്ടപ്പെടുന്നുവോ അത് വാസ്തവത്തിൽ ലാഭമാണെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. പലതും നമുക്ക് നഷ്ടപ്പെടും. ഒരുപക്ഷേ നമ്മെ ആളുകൾ പരിഹസിക്കും, നമ്മെ ആളുകൾ ഒറ്റപ്പെടുത്തും, നമ്മെ ജനത്തിലെ ചിലരെങ്കിലും നമ്മെ പുച്ഛിക്കുകയും നമ്മെ അപമാനിക്കുകയും ചെയ്യും. ആക്ഷേപങ്ങളും അപവാദങ്ങളും നമുക്കെതിരെ വരും. നമുക്കെതിരെ വലിയ ആക്രമണങ്ങളുണ്ടാകും, സ്വഭാവഹത്യകളുണ്ടാകും, അനേകം കിംവദന്തികൾ നമുക്കെതിരെ പ്രചരിച്ചു എന്ന് വരും. എല്ലാം ഉണ്ട്. പലതും നമുക്ക് സമൂഹത്തിലുള്ള മാന്യത നഷ്ടപ്പെടുന്ന രീതിയിൽ സംഭവിച്ചു എന്ന് വരാവുന്നതാണ്. സമൂഹത്തിലുള്ളതായ വിലയും നിലയും പോകുന്നു എന്നതുപോലെ നമുക്ക് ചില പ്രതിസന്ധികൾ സമൂഹത്തിൽ നേരിടാവുന്നതാണ്. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ഓർത്തുകൊള്ളൂ, ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ഭൗതിക ജീവിതത്തെ നിസ്സാരമായി പരിഗണിച്ചാൽ നീ ആ ജീവനെ നേടുകയാണ് ചെയ്യുന്നത്. നിൻ്റെ ആയുസ് പ്രയോജനപ്രദമാക്കി ചെലവഴിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വായിച്ചു, അങ്ങ് പസഫിക് സമുദ്രത്തിലുള്ള ചില ദ്വീപുകളിൽ സുവിശേഷം അറിയിക്കുവാൻ ഏതാനും സുവിശേഷകന്മാർ പോവുകയായിരുന്നു. പസഫിക് ദ്വീപുകളിലേക്ക് പോയ ആ സുവിശേഷകന്മാർ വളരെ കഠിനമായ യാതനയിലേക്കാണ് പോകുന്നതെന്ന് അവർക്കറിയാമായിരുന്നു. വലിയ ദുരിതപൂരിതമായൊരു ജീവിതമാണ് അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്നവർക്കറിയാമായിരുന്നു. അവർ പോകുന്ന കപ്പലിലെ കപ്പിത്താൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് മരിക്കാനാണ് എന്ന്. അദ്ദേഹം അവരെ ഒന്ന് പരിഹസിച്ചാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ജീവിതം ദുരിതമാക്കാൻ പോവുകയാണ്, ജീവിതം യാതനാഭരിതമാക്കാൻ പോവുകയാണ്, നിങ്ങൾ ജീവിതം നഷ്ടപ്പെടുത്താൻ പോവുകയാണ്, നിങ്ങൾ അവിടെ ചെന്ന് മരിക്കാൻ പോവുകയാണ് എന്ന് കപ്പിത്താൻ പറഞ്ഞു. അപ്പോൾ ആ സുവിശേഷത്തിൽ ഒരാൾ പറഞ്ഞു, ഞങ്ങൾ പുറപ്പെടുന്നതിന് മുൻപേ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞു. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഈ ഭൂമിയിലുള്ളതായ പ്രതീക്ഷകളെല്ലാം ഞങ്ങൾ വെച്ചൊഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത് എന്ന്. ഞങ്ങളുടെ ആശയങ്ങൾ, ഞങ്ങളുടെ പ്രതീക്ഷകൾ, ഞങ്ങളുടെ മോഹന സ്വപ്നങ്ങൾ, ഞങ്ങളുടെ മധുര കിനാക്കൾ എല്ലാം പരിത്യജിച്ചിട്ടാണ് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് എന്ന്. ഞങ്ങൾ പുറപ്പെടുന്നതിന് മുൻപ് തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, അവരെ പോയി പസഫിക് ദ്വീപുകളിലെത്തി അവിടെ സുവിശേഷ വേല ചെയ്തു. ആ കാലത്തെ ഏറ്റവും വലിയ ഒരു സഭയായി അവിടെ ആ ദ്വീപുകളിൽ
അനേകർ ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നതിന് അത് കാരണമായി തീർന്നു. മാത്രമല്ല, അവിടെയുള്ള ആളുകളുടെ അപരിഷ്കൃതമായ ജീവിത രീതികൾ മാറുന്നതിനും അവരുടെ സമൂഹത്തിലുണ്ടായിരുന്ന ഒട്ടേറെ അഴിമതികളും കൊള്ളരുതായ്മകളും മാറുന്നതിനും കിരാതത്വം, കാട്ടാളത്വം നിറഞ്ഞ അവരുടെ മനോഭാവം മാറി സംസ്കാര സമ്പന്നരായി തീരുന്നതിനും അത് കാരണമായി തീർന്നു. നിങ്ങൾക്കറിയാം, നിങ്ങളോട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആഫ്രിക്ക ഒരു കാലത്ത് ഇരുണ്ട ഭൂഖണ്ഡമായിരുന്നു. ഡാർക്ക് കോണ്ടിനെൻറ്റ് എന്നാണ് ആഫ്രിക്കയെ പറഞ്ഞിരുന്നത്. ഇരുണ്ട ഭൂഖണ്ഡമായിരുന്ന ആഫ്രിക്ക ഉണരുന്ന ഒരു ദേശമായി മാറിയത് എങ്ങനെയാണ്? സുവിശേഷം അവിടെ കടന്നു എന്നതാണ് കാരണം. നരഭോജികൾ മനുഷ്യസ്നേഹികളായി മാറി. മനുഷ്യമാംസം പച്ചനെ തിന്നുന്ന ആളുകൾ മനുഷ്യരെ സ്നേഹിക്കുന്നവരും മനുഷ്യരെ കരുതുന്നവരും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവരുമായി മാറി. എങ്ങനെയാണ് സംസ്കാരം ഉണ്ടായത്? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ലോകചരിത്ര സംഗ്രഹം എന്ന് പറയുന്ന പുസ്തകത്തിൽ, ആൻ ഔട്ട്ലൈൻ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ എച്ച്.ജി. വെൽസ് പറഞ്ഞത് എങ്ങനെയാണ്? മാനവ സംസ്കാരം എവിടെയെല്ലാം വളർന്നിട്ടുണ്ടോ അതിൻ്റെ പിന്നിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തി കാണാമെന്ന്. മാനവ സംസ്കാരം എവിടെയെല്ലാം വളർന്നിട്ടുണ്ടോ അതിൻ്റെ പിന്നിൽ സുവിശേഷത്തിൻ്റെ ശക്തി കാണാമെന്ന്, സുവിശേഷത്തിൻ്റെ സ്വാധീനം കാണാമെന്ന്. സ്നേഹിതരെ കേൾക്കൂ, സുവിശേഷത്തിന് വേണ്ടി യത്നിക്കാൻ നാം തയ്യാറാകുന്നെങ്കിൽ നാം ഏറ്റവും വിലപിടിപ്പുള്ളതാണ് നേടുന്നത്. ഏറ്റവും വിലയേറിയ ജീവിതമാണ് നാം നേടുന്നത്. ഒരു സുവിശേഷകനാകുക എന്ന് പറയുന്നതിൻ്റെ ഭാഗ്യവും അതിൻ്റെ അത്ഭുതകരമായ സ്വാധീന ശക്തിയും തലമുറകളിലേക്ക് പകരുന്നതാണ്. തലമുറകൾക്ക് അത്യത്ഭുതമായ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്. തലമുറകളിൽ നിന്ന് ശാപങ്ങൾ മാറ്റുന്നതാണ്. തലമുറകൾക്ക് സ്വർഗീയ സൗഭാഗ്യം ലഭിക്കുന്നതിന് നയിക്കുന്നതാണ്. ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. കർത്താവ് ഒരവസരത്തിൽ പറയുകയുണ്ടായി. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിലാണ് പറഞ്ഞത്. കർത്താവ് എങ്ങനെയാണ് പറഞ്ഞത്? കോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 24 വാക്യമാണ് വായിച്ചത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അടുക്കിലേക്ക് കർത്താവിനെ കാണാൻ ചിലർ അങ്ങ് ഗ്രീസ് ദേശത്തു നിന്ന് വന്നു, യവന ദേശത്തു നിന്ന് ചില യവനന്മാർ വന്നു. ബുദ്ധിജീവികൾ യേശുവിനെക്കുറിച്ച് കേട്ടു. യേശുവിനെക്കുറിച്ച് കേട്ടപ്പോൾ യേശുവിനൊന്ന് കാണണമെന്നവർക്ക് ആഗ്രഹം വന്നു. ആ യവനന്മാർ ഗ്രീസിൽ നിന്ന് അവർ പുറപ്പെട്ടു. ആ ബുദ്ധിജീവികൾ പുറപ്പെട്ട് അവിടെ വന്ന് യെരൂശലേമിലെത്തിയിട്ട് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. നാം വായിക്കുന്നത് അങ്ങനെയാണ്. ബേസൈദക്കാരനായ ഫിലിപ്പോസിൻ്റെ അടുക്കൽ ചെന്നു. ബേസൈദയിലെ ഫിലിപ്പോസിൻ്റെ അടുക്കിലേക്ക് അവർ വന്ന് പറഞ്ഞു, യജമാനന്മാരെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട്, യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞത്. യജമാനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസിന് യേശുവിൻ്റെ അടുക്കിലേക്ക് അവരെ നയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഫിലിപ്പോസ് ഒരു കാര്യം ചെയ്തു. ഫിലിപ്പോസ് എന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു, ഇങ്ങനെ ചില യവനന്മാർ വന്നിട്ടുണ്ട്, ബുദ്ധിജീവികൾ വന്നിട്ടുണ്ട്, അങ്ങയുടെ അടുക്കൽ നിന്ന് വലിയ തത്വജ്ഞാനം പ്രതീക്ഷിച്ചവർ വന്നിരിക്കുകയാണ്, അവർ അത്ഭുതങ്ങൾ കാണുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്, അങ്ങയെക്കുറിച്ചുള്ളതായ കേൾവി ഗ്രീസ് ദേശത്തെത്തിയതുകൊണ്ട് അങ്ങയെ അന്വേഷിച്ച് കാണാൻ വേണ്ടി വന്നതാണ് എന്നെല്ലാം അവരെ വിശദീകരിച്ച് പറഞ്ഞു. ഉടനെ കർത്താവ് പറയുകയാണ്. കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താണ് പറഞ്ഞത് കർത്താവ്? ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം, സത്യമായും നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. എന്താണ് അതിൻ്റെ ആശയം എന്താണ്? കോതമ്പ് മണി വിത്ത് ചെളിയിൽ വീണ് നിലത്ത് വീണ് ചീയുന്നു, അതിൻ്റെ പുറംതൊണ്ട് പോകുന്നു, അതിൻ്റെ മാംസളമായ ഭാഗം അത് പോകുന്നു, അതിൻ്റെ അകത്തുള്ള ബീജം അത് വളർന്നു പൊങ്ങുന്നു, അത് കിളിർത്ത് പൊങ്ങുന്നു. കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും, അത് ചത്തുവെങ്കിലോ അതിൽ നിന്ന് വരുന്നതായ
ആ വിത്തിൻ്റെ നാമ്പ് അത് മുളച്ച് വളർന്ന് അതിൽ കതിരുകളുണ്ടാകും. അനേകം ഗോതമ്പ് മണി ഉണ്ടാകും. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ക്രിസ്തു വന്നത് ബഹുമതി നേടാനല്ല എന്ന്, ക്രിസ്തു വന്നത് മനുഷ്യ പ്രതാപം നേടാനല്ല എന്ന്, ക്രിസ്തു മനുഷ്യരുടെ പ്രതാപം കണ്ട് അതിലേക്ക് ചായുന്നവനല്ല എന്ന്. ഞാൻ ചാകാൻ വന്നതാണെന്നാണ് കർത്താവ് പറഞ്ഞത്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് പോലെ ഞാൻ ഒരാളങ്ങ് തീരാൻ വന്നതാണ് എന്ന്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നു, നമ്മുടെ ഒരാളുടെ ജീവിതം ഈ ഭൂമിയിൽ എരിഞ്ഞു തീരാൻ ക്രിസ്തുവിൻ്റെ നാമനിമിത്തം അത് ഉപേക്ഷിക്കപ്പെടാനും തയ്യാറാകുമ്പോഴാണ് അനേകം ഗോതമ്പ് മണികൾ ഉണ്ടാകുന്നത്, അനേകം കതിരുകൾ പ്രശോഭിക്കുന്നത്, അനേകം കതിർമണികൾ സമൂഹത്തിന് അനുഗ്രഹമായും സമൂഹത്തിന് പോഷണമായും ലഭിക്കുന്നത്. പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. ഗാരിബാൾഡി എന്ന് പറയുന്ന ഇറ്റാലിയൻ സാമൂഹ്യ പരിഷ്കർത്താവ്, അദ്ദേഹം വലിയ ദേശാഭിമാനിയായിരുന്നു, വളരെ ശക്തനായ ഒരു നേതാവായിരുന്നു. മാത്രമല്ല, അദ്ദേഹം ഇറ്റലിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യത്നിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഗാരിബാൾഡി അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ആളുകൾ കൂട്ടിവരുത്തി അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഞാൻ സന്തോഷം വാഗ്ദാനം ചെയ്യുന്നില്ല. നിങ്ങൾ എൻ്റെ പിന്നാലെ വരുന്നത് ഈ ഇറ്റലിയുടെ വിമോചനത്തിന് വേണ്ടിയാണ്, നമ്മുടെ നാടിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടിയാണ്, നാടിൻ്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടിയാണ്. നിങ്ങൾ എൻ്റെ പിന്നാലെ വരുന്നത് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യാൻ എൻ്റെ കയ്യിലില്ല, നല്ലതൊന്നും വാഗ്ദാനം ചെയ്യാൻ എൻ്റെ കയ്യിലില്ല. നിങ്ങൾക്ക് സന്തോഷം ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല, നിങ്ങൾക്ക് സൗഭാഗ്യം വാഗ്ദാനം ചെയ്യുന്നില്ല, നിങ്ങൾക്ക് നല്ല ഭക്ഷണം വാഗ്ദാനം ചെയ്യുന്നില്ല. നിങ്ങൾ എൻ്റെ കൂടെ പോന്നാൽ നിങ്ങൾക്ക് സുഖജീവിതം വാഗ്ദാനം ചെയ്യുന്നില്ല, സുഖനിദ്ര വാഗ്ദാനം ചെയ്യുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് കൊടും പട്ടിണി, യാതനാഭരിതമായ ജീവിതം, ദുരിതപൂരിതമായ അനുഭവങ്ങൾ, നിങ്ങൾക്ക് കഷ്ടപ്പാടുകളും എതിർപ്പുകളും മറ്റുള്ളവരിൽ നിന്നുള്ളതായ ധിക്കാരപൂർവമായ സമീപനങ്ങളും മാത്രം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. ഞാൻ നിങ്ങൾക്ക് നല്ലതൊന്നും വാഗ്ദാനം ചെയ്യുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം എൻ്റെ കൂടെ വന്നാൽ മതി. അവർ ഉത്സാഹഭരിതരായി നീങ്ങി ഇറ്റലി സ്വാതന്ത്ര്യം പ്രാപിച്ചു. സഹോദരങ്ങളെ, കേൾക്കുക, ലോകചരിത്രത്തെ കീഴ്മേൽ മറിച്ചവരെല്ലാം അവരിൽ കൂടി ചില നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ സ്വയത്യാഗത്തിൻ്റെ മഹത്വപൂർണമായ അനുഭവത്തിൻ്റെ സമ്പത്ത് നേടിയവരാണ്. ദൈവത്തിന് സ്തോത്രം. സ്വയത്യാഗം. കേൾക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ത്യാഗം സഹിക്കാൻ മനസ്സ് വരുന്നുണ്ടോ? നിങ്ങൾ സ്വയം ഇല്ലാതാകാൻ മനസ്സ് വരുന്നുണ്ടോ? നിങ്ങൾ തന്നെ ചെറുതാക്കാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നുണ്ടോ? തന്നെ ലളിതവൽക്കരിക്കാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നുണ്ടോ? തന്നെ ശൂന്യവൽക്കരിക്കാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പറയുന്നത് നിങ്ങൾക്കെളുപ്പം മനസ്സിലാകുമെന്ന് ഞാൻ ധരിക്കട്ടെ. കാരണം ഇത് കേൾക്കുന്നത് മനസ്സിലായാൽ പോരാ, ഇത് അനുഭവത്തിലാക്കണം. ദൈവത്തിന് സ്തോത്രം. സന്തോഷവും സൗഭാഗ്യവും പ്രാപിക്കാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ പിറകെ വരണ്ട, കർത്താവിൻ്റെ പിറകെ വരാമെന്ന് പറഞ്ഞു വന്ന ഒരു യൗവനക്കാരനോട് കർത്താവ് പറഞ്ഞത്, ആകാശത്തിലെ പറവയ്ക്ക് കൂടുണ്ട്, കുറുതിരിക്ക് കുഴിയുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല എന്നാണ്. നീ എന്ത് വിചാരിച്ചാണ് മോനെ എൻ്റെ പിന്നാലെ വരുന്നത്? യൗവനക്കാരാ, നീ വരാമെന്ന് പറഞ്ഞല്ലോ, നീങ്ങളുടെ ഉത്സാഹത്തോടെ വരാമെന്ന് പറഞ്ഞല്ലോ. പക്ഷേ നീ വിചാരിക്കുന്നത് പോലല്ല. സൗഭാഗ്യമൊന്നും നിനക്ക് കിട്ടുകയില്ല. ആകാശത്തിലെ പർവ്വജാതിക്ക് പോലും കൂടുണ്ട്, വിശ്രമിക്കാൻ സ്ഥലമുണ്ട്. പർവ്വജാതിക്ക് കൂടുണ്ട്, കുറുന്തികൾക്ക് ഒളിക്കാൻ മാളങ്ങളുണ്ട്, ഗുഹകളുണ്ട്. പക്ഷേ മനുഷ്യപുത്രനായ എനിക്ക് തലയായിപ്പാൻ പോലും ഇടമില്ല, സ്വന്തമായൊരു പാർപ്പിടമില്ല. എൻ്റെ പിന്നാലെ വന്നാൽ മോനെ പ്രയാസമായിരിക്കും. സഹോദരങ്ങളെ, എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ലെങ്കിലും ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിൻ്റെ പിറകെ പോയാൽ സുഖജീവിതമാകുമെന്നാരും ധരിച്ചു പോകരുത്. യേശുവിൻ്റെ പിറകെ പോയാൽ സൗഭാഗ്യം ഭൗതികമായ നേട്ടങ്ങളാണ് എന്ന് ധരിച്ചു പോകരുത്. രോഗങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, ദുരിതങ്ങളുണ്ടാകാം, വലിയ എതിർപ്പുകളുണ്ടാകാം, സകലരിൽ നിന്നും ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ടാകാം. പക്ഷേ നിങ്ങൾ നേടുന്നതോ ഒരു ജീവനെയാണ് നേടുന്നത്. നിങ്ങളുടെ ജീവനെ നേടുന്നു, അനേകർക്ക് വേണ്ടി നിത്യജീവൻ നേടുന്നു, അനേകർ നിത്യജീവൻ്റെ അവകാശികളായി തീരുന്നു. അതെന്തൊരു സൗഭാഗ്യമാണെന്നോ. അതുകൊണ്ടല്ലേ എബ്രായ ലേഖന കർത്താവ് പറഞ്ഞത്, 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞത്, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു, അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. സ്തോത്രം.
തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന ഒരു സന്തോഷം അവൻ ഓർത്തു. വലിയൊരു സന്തോഷം തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ് കണ്ടു. വലിയൊരു സന്തോഷം. എത്രയോ ആത്മാക്കൾ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുന്നു. നിത്യനരക തീപ്പൊയ്യിൽ വെന്തെരിയേണ്ട എത്രയോ ആളുകളാണ് രക്ഷപ്പെട്ട് സ്വർഗ സന്തോഷ മഹത്വത്തിൽ പ്രവേശിക്കുന്നത്. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു. അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ സുവിശേഷം ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് ഒരു മനസ്സിലൊരു തയ്യാറെടുപ്പ് വരുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജോൺ വെസ്ലി എന്ന് പറയുന്ന ശ്രേഷ്ഠനായ സുവിശേഷകനെക്കുറിച്ച് നിങ്ങൾ ചിലർ കേട്ട് കാണുമായിരിക്കും. ജോൺ വെസ്ലിക്ക് ഒരു കോളേജിൽ, വളരെ പ്രസിദ്ധമായൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. വലിയൊരു കോളേജാണ്. അന്ന് ലോകപ്രസിദ്ധമായൊരു കോളേജിലാണ് ജോൺ വെസ്ലിക്ക് അഡ്മിഷൻ കിട്ടിയത്. കോളേജിലേക്ക് പോകാൻ നേരത്ത് അമ്മ പറഞ്ഞു, മോനെ, എനിക്ക് നിന്നെക്കുറിച്ച് അഭിമാനമുണ്ട്. ഇത്രയും നല്ലൊരു കോളേജിൽ നീ പഠിക്കാൻ പോകുന്നു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്നാൽ മോനെ, ഞാൻ നിനക്ക് ഒരു സമ്മാനം തന്ന് വിടുകയാണ്. ഇത് നിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകരുത്. ഇത് നിനക്ക് ഞാൻ തരുന്ന ഒരു സമ്മാനമാണ്. ഇത് നിൻ്റെ കയ്യിൽ എന്നും ഉണ്ടായിരിക്കണം. ഇത് നിൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കണം. അമ്മ കൊടുത്തത് ഒരു വിശുദ്ധ വേദപുസ്തകമാണ്, ദ ഹോളി ബൈബിൾ. വേദപുസ്തകം കൊടുത്തു. അമ്മ പറഞ്ഞു, മോനെ, ഈ വേദപുസ്തകം നിന്നെ പാപത്തിൽ നിന്ന് അകറ്റും. ഈ വേദപുസ്തകം നിന്നെ പാപത്തിൽ നിന്ന് അകറ്റും. അല്ലെങ്കിൽ പാപം നിന്നെ ഈ വേദപുസ്തകത്തിൽ നിന്ന് അകറ്റും. ദൈവത്തിന് സ്തോത്രം. നിന്നിൽ പാപം വന്നാൽ ഈ വേദപുസ്തകം പിന്നെ നിനക്ക് പ്രിയമല്ലാതായിത്തീരും. നിനക്ക് വേദപുസ്തകം പ്രിയമായി തീർന്നാൽ പാപം നിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. പറഞ്ഞു കൊടുത്തു, ഈ വേദപുസ്തകം നിന്നെ പാപത്തിൽ നിന്ന് അകറ്റും. മോനെ, നിൻ്റെ ജീവിതത്തിൽ പാപം വരാതെ നോക്കിയാൽ മാത്രം മതി. ഈ വചനം നിന്നെ നയിക്കട്ടെ, വചനം നിന്നെ നടത്തട്ടെ. കേൾക്കൂ പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരൻ ആ കോളേജിൽ ചെന്ന് പഠിച്ച കാലങ്ങളിൽ ആ ബൈബിൾ അവൻ്റെ ഹൃദയത്തിൽ അവൻ പേറി. എന്ന് പറഞ്ഞാൽ അവൻ ബൈബിൾ വായിച്ചു, ബൈബിൾ ധ്യാനിച്ചു. വേദപുസ്തകത്തിലെ വചനങ്ങൾ അവൻ്റെ ജീവിതത്തെ ഇളക്കിമറിച്ചു. അവൻ പഠിച്ചു, ഉയർന്നു. പക്ഷേ വചനം അവൻ്റെ ജീവിതത്തെ തകിടം മറിച്ചു. ആ ചെറുപ്പക്കാരനാണ് മെത്തോഡിസ്റ്റ് ചർച്ചിൻ്റെ സ്ഥാപക നേതാവ്. ദൈവത്തിന് സ്തോത്രം. മെത്തോഡിസത്തിൻ്റെ നേതാവ്. ഞാൻ പറയട്ടെ, ലോകത്തിൽ സുവിശേഷത്തിൻ്റെ ദിവ്യദീപ്തി പകരുന്നതിന് ദൈവം ഉപയോഗിച്ച മഹത്വമാർന്ന സുവിശേഷ വിലയ്ക്ക് വേണ്ടി ദൈവം തൻ്റെ കരങ്ങളിലെടുത്ത അനുഗ്രഹീതനായ ദൈവദാസൻ ജോൺ വെസ്ലി. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ, വചനം നിങ്ങളുടെ ഉള്ളത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് നേട്ടമാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ശാശ്വത മൂല്യങ്ങളാണ് കിട്ടുന്നത്. നിലനിൽക്കുന്ന സമ്പത്താണ് കിട്ടുന്നത്. ക്രിസ്തുവിനെ തന്നെയാണ് നിങ്ങൾ കിട്ടുന്നത്. വചനം ക്രിസ്തുവാണ്. ഈ വചനം നിങ്ങൾ ഉൾക്കൊള്ളണം. വചനം നിങ്ങൾ പങ്കുവയ്ക്കണം. വചനം നിങ്ങൾ അനേകർക്ക് കൊടുക്കണം. എത്രയോ പേർക്ക് വചനം കൊടുക്കാൻ പറ്റുമോ അത്രയും പേർക്ക് ജീവൻ്റെ വചനം നിങ്ങൾ പ്രസ്താവിക്കണം. അത്രയും പേരുടെ മുമ്പിൽ ജീവൻ്റെ വചനം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. വചനം അനേകർക്ക് നിങ്ങൾ പരിചയപ്പെടുത്തണം. വചനത്തിലേക്ക് അനേകരെ നിങ്ങൾ ആകർഷിക്കണം. ഈ വചനം ജീവനാണ്. ഈ വചനം ശക്തിയാണ്. ഈ വചനം ചൈതന്യമാണ്. ഈ ജീവൻ്റെ വചനം തീയാണ്. സ്നേഹിതരെ, ഈ തീയല്ലയോ നമുക്കിന്ന് ആവശ്യം? ഈ തീ നമ്മുടെ ഉള്ളിൽ കത്തിയാൽ നമ്മുടെ ഭാരങ്ങൾ കത്തിപ്പോകും, നമ്മുടെ രോഗങ്ങൾ കത്തിപ്പോകും, നമ്മുടെ വേദനകൾ കത്തിപ്പോകും, നമ്മുടെ ആകുലങ്ങൾ കത്തിപ്പോകും. നമ്മുടെ ജീവിതത്തിൻ്റെ അനേകം പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരം നമുക്ക് ലഭിക്കും. ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരും. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കും. ക്രിസ്തു നമ്മെ നയിക്കാൻ തുടങ്ങും. ക്രിസ്തു നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങും. നമ്മുടെ ചുമടുകളെല്ലാം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ക്രിസ്തു ഏറ്റെടുക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നാം അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ ജീവിക്കുന്നുള്ള ആ സ്വർഗീയ ശാന്തിയിലും സമാധാനത്തിലും നമ്മുടെ ജീവിതത്തെ പുലർത്താൻ നമുക്ക് സാധിക്കും. സ്നേഹിതരെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ക്രിസ്തു ഇപ്പോൾ നിങ്ങളുടെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. അവൻ്റെ ആണിപ്പാടുള്ള കരം നിങ്ങളുടെ നേരെ നീട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ കരത്തെ നിങ്ങൾക്ക് സ്വീകരിച്ച് നിങ്ങൾക്ക് മൊത്തം കരത്തെ നിങ്ങൾക്ക് ചുംബിക്കാം. ആ കരത്തിലേക്ക് നിങ്ങളുടെ ഭാവിയെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇത് താറുമാറായി കളയേണ്ട ഭാവിയല്ല, പാപത്തിന് വിറ്റ് കളയേണ്ട ഭാവിയല്ല, തിന്മയ്ക്ക് നശിപ്പിച്ച് കളയേണ്ട ഭാവിയല്ല, പൈശാചികന് മുടിച്ച് കളയേണ്ട ഭാവിയല്ല. പാപം നമ്മെ നശിപ്പിക്കാൻ വിട്ടുകൊടുക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ പ്രതാപത്തിന് പിറകെ പോയി ശാശ്വത മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട ജീവിതമല്ലിത്. ഈ ജീവിതം മൂല്യവത്താണ്. ഈ ജീവിതം വിലയേറിയ
വിലയേറിയതാണ്, ഈ ജീവിതം ശക്തമാണ്, ഈ ജീവിതം കരുത്തുറ്റതാണ്, ഈ ജീവിതം അനുഗ്രഹപൂർണ്ണമാണ്. ഈ ജീവിതം നശിപ്പിക്കാനുള്ളതല്ല, ഇത് കളഞ്ഞു കുളിക്കാനുള്ളതല്ല, സാത്താന് പന്താടാൻ വിട്ടുകൊടുക്കാനുള്ളതല്ല. ഈ ജീവിതം നിത്യശാന്തിയിലേക്ക് എനിക്ക് എത്തിച്ചേരാനും അനേകരെ എത്തിക്കുവാനുമുള്ള മഹത്വപൂർണ്ണമായ പദവിയുറ്റ അനുഗ്രഹത്തിൻ്റെ സ്വർഗ സോപാനങ്ങളിലേക്ക് എന്നെയും അനേകരെയും നടത്തുവാൻ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ശാശ്വത മൂല്യങ്ങളുള്ള ജീവിതമാണ്. ഈ ജീവിതനാഥ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു. ഇതുവരെ വിലകെട്ട ജീവിതം യേശുവേ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഇതുവരെ ആർക്കും മാനമില്ലാത്ത ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഇതുവരെ ആർക്കും പ്രയോജനമില്ലാത്ത ജീവിതം യേശുവേ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു. എൻ്റെ ജീവിതം ഭാവി മുഴുവൻ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. എനിക്ക് വേണ്ടി ജീവരക്തം ഊറ്റിയവനെ, എൻ്റെ പാപക്കറകൾ കഴുകാൻ സ്വന്തം ഹൃദയരക്തം ഊറ്റിയവനെ, ഞാൻ നിന്നിൽ വിശ്വസിച്ചുകൊണ്ട് നിന്റെ തിരുരക്തത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഞാനിതാ വരുന്നു. എന്നെ സ്വീകരിക്കണമേ, എന്നെ കൈക്കൊള്ളണമേ, തിരുമാറോട് അണയ്ക്കണമേ. എൻ്റെ പാപങ്ങൾ ഓർക്കരുതേ, എൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കണമേ, എൻ്റെ ഉദാസീനതകൾ പൊറുക്കണമേ, എൻ്റെ പിന്മാറ്റങ്ങൾ പൊറുക്കണമേ. ഞാനിതാ വരുന്നു രക്ഷക. ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഞാനിതാ വരുന്നു. സമർപ്പിക്കുവീൻ ദൈവജനമേ, യേശുവിനോട് വാക്ക് പറയുവീൻ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം കൊടുക്കുവീൻ, അവൻ്റെ സുവിശേഷകരാകുവീൻ, സുവിശേഷത്തിന് വേണ്ടി അധ്വാനിപ്പീൻ, യേശുവിന് വേണ്ടി ഓടുവീൻ, യേശുവിന് വേണ്ടി എഴുന്നേൽക്കുവീൻ, യേശുവിന് വേണ്ടി ഉയരുവീൻ, യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം മുഴുവൻ സമ്പൂർണ്ണമായി ഫലമേൽപ്പിച്ചു കൊടുപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവൻ്റെ തിരുവചനം ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തെ കൃപയുടെ കരം ഞങ്ങളുടെ മേൽ വന്നതിനായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഈ നിൻ്റെ മക്കളെല്ലാം അനുഗ്രഹിക്കണമേ. വചനം കേട്ട എല്ലാവരുടെ മേൽ നിൻ്റെ ആത്മാവിനെ പകരണമേ. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ തീയ് ഓരോരുത്തരെയും സ്പർശിക്കണമേ. രോഗങ്ങൾ മാറ്റണമേ കർത്താവേ. എൻ്റെ ദൈവമേ, വേദനകൾ ശമിപ്പിക്കണമേ കർത്താവേ. പ്രശ്നങ്ങൾ പരിഹരിക്കണമേ കർത്താവേ. മനസ്സിൽ ആകുലങ്ങളുമായി, മനസ്സിൽ ചുമടുകളുമായി വന്നിരിക്കുന്നവർക്ക് ഒരു മോചനം കൊടുക്കണമേ കർത്താവേ. എൻ്റെ ദൈവമേ, ഇപ്പോൾ നിൻ്റെ മക്കളുടെ മേൽ നിൻ്റെ കരം വയ്ക്കണമേ. ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ശാപദോഷങ്ങൾ മാറ്റണമേ, ദുരിതങ്ങൾ അകറ്റണമേ, പൈശാചിക ബാധകൾ നീക്കണമേ, എല്ലാ തിന്മകളിൽ നിന്നും മോചനം കൊടുക്കണമേ. പാപജീവിതത്തോട് യാത്ര ചെയ്യാനുള്ള അത്ഭുതകരമായ തീരുമാനശക്തി പ്രദാനം ചെയ്യണമേ. അവിടുത്തെ രണ്ടാമത്തെ വേണ്ടി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.